ഞാൻ വർക്ക് ചെയ്യുന്നപ്പോൾ ഫ്രൈഡേ ലാപ്ടോപ്പ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ മൺഡേ ആവേണ്ട അതിൽ തൊടത്തില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ വെക്കേഷൻ ആയിക്കോട്ടെ, ഫാമിലി ട്രിപ്പ് ആയിക്കോട്ടെ, വീക്കെൻഡ് ഗെറ്റ് അവേ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ലാപ്ടോപ്പ് എൻ്റെ കൂടെ കാണും. അതാണ് ഒരു എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇടുന്ന ആളാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 3 മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ചെയ്യാനേ പോകരുത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐ വിൽ ബി മൈ ഓൺ ബോസ് എന്നുള്ളൊരു തോട്ട്. ഒരിക്കലുമല്ല. നിങ്ങളുടെ ക്ലയൻസ് ആണ് നിങ്ങളുടെ ബോസ്. രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ അപ്ഡേറ്റ്സ് ചോദിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ എംപ്ലോയീസ് ആണ് നിങ്ങളുടെ ബോസ്. അവർക്കൊരു കൺഫ്യൂഷൻ ഉള്ളപ്പോൾ അവർ ഗൈഡൻസ് ചോദിക്കും, നിങ്ങൾ ഗൈഡ് ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ബോസ്. അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത്, എത്രത്തോളം ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്തു, അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് കൊടുത്തേ പറ്റൂ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങളുടെ ബോസ് അല്ല, യു ആർ ദ സെർവൻറ്റ് ടു എവരി വൺ. അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്കെൻഡ്സ് ഞാൻ ഓഫ് എടുക്കും. തുടക്കത്തിലൊരു 3 വർഷം മിനിമം അതിനെപ്പറ്റി ചിന്തിക്കുകയേ വേണ്ട. വീക്കെൻഡ്സ് എന്ന് പറയുന്നത് വീക്ക് ഡേയിൽ നമ്മുടെ തീരാത്ത വർക്ക് തീർക്കാനുള്ളൊരു ദിവസമാണ്. ഹോളിഡേയ്സ് എന്ന് പറയുന്നത് ആ ടൈമിലായിരിക്കും കൃത്യം ക്ലയൻസിൻ്റെ ഒരു അർജൻറ്റ് മെസ്സേജ് വരുന്നത്, ഒരു നാളത്തേക്കോ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്കോ ഈ വർക്കും തീർത്ത് തരണേന്ന് പറഞ്ഞ്. അതുകൊണ്ട് ബിസിനസ് തുടങ്ങിയ ഒരു 3 വർഷത്തേക്ക് വീക്കെൻഡ്സും ഹോളിഡേയ്സും ഒക്കെ അങ്ങ് മറന്നേക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഐ വിൽ വർക്ക് ഓൺ പ്രൊജക്ട്സ് ഐ ലൈക്ക്. അങ്ങനെ ഒരു തീരുമാനം പറ്റില്ല. തുടക്കത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നെല്ലാം റവന്യൂ കിട്ടോ ആ പ്രൊജക്ട്സ് എല്ലാം നിങ്ങൾ കൈവയ്ക്കും. കാരണം നിങ്ങൾക്ക് എക്സ്പെൻസ് ഉണ്ട്. കമ്പനിയുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, സാലറീസ് മീറ്റ് ചെയ്യണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. തുടക്കത്തിൽ ആ ഒരു നോ പറയാനുള്ള ലിബർട്ടിയേ നിങ്ങൾക്കില്ല. പാഷൻ പ്രൊജക്ട്സ് ഒക്കെ പിന്നീടാണ് വരുന്നത്. തുടക്കത്തിൽ ഇതിനെല്ലാം എസ് പറഞ്ഞേ പറ്റൂ. സോ ഞാൻ പറയുന്നത് നിങ്ങൾ തുടങ്ങണ്ട എന്നല്ല, നിങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പക്കയായിരിക്കണം. ഞാൻ എൻ്റെ ബോസ് ആയിരിക്കും എന്നുള്ള തോട്ടിലോ അല്ലെങ്കിൽ എനിക്ക് ഫ്രീഡം വേണം എന്നുള്ള തോട്ടിലോ ഒരിക്കലും ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പോകരുത്. നിങ്ങൾ എപ്പോഴാണോ സാക്രിഫൈസ് ചെയ്യാൻ, സംതിങ് റിയൽ ബിൽഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്നത്, അന്നേരമേ ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യാവൂ. ഒരു ഇൻസ്റ്റാഗ്രാം എസ്തെറ്റിക്സ് മാത്രം നോക്കാണ്ട് ഇഫ് യു വാണ്ട് ടു ബിൽഡ് സംതിങ് റിയൽ, പ്ലീസ് റീച്ച് ഔട്ട് ടു us. We can help you structure a proper business.